നമസ്കാരം. കേരളം CPM-ന്റെ സ്വന്തം മണ്ണെന്ന സ്വയം വിശേഷിപ്പിക്കുന്നവരാണ് സഖാക്കന്മാരിൽ ഏറെ പേരും. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും CPM-നാണ് വോട്ട് അധികം കിട്ടുന്നത് എന്ന ധൈര്യത്തിലാണ് ആ ആത്മവിശ്വാസം സഖാക്കന്മാരിൽ ഉടലെടുത്തത്. എന്നാൽ ആ വാങ്ങിക്കൂട്ടിയ വോട്ടുകളിൽ പലതും സ്വന്തം പാർട്ടി നേതാക്കൾ 4-5 വോട്ടർ ID സംഘടിപ്പിച്ചുകൊണ്ട് വാരിക്കൂട്ടിയ വോട്ടാണ് എന്ന ആരോപണം ഇപ്പോൾ ഉയരുകയാണ്. ആ ആരോപണത്തെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാനും സാധിക്കില്ല. കാരണം പലപ്പോഴായി വന്ന റിപ്പോർട്ടിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് ഇത് തന്നെ. കഴിഞ്ഞ ദിവസം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട്. അതായത് ഒരാൾക്ക് 3 വോട്ടർ ID കാർഡ് ലഭിച്ചിരിക്കുന്ന സംഭവം. ഇത് നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലാണ് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഈ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വോട്ടിൽ പലതും തരികിട കാണിച്ച് നേടിയെടുത്തതാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് ഇനി വോട്ടർ IDയിലെ തിരിമറി കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ സഞ്ജയ് കൗൾ ഈ നിലയ്ക്ക് തുടരുകയാണ് എങ്കിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്ന തിരിച്ചറിവിൽ എത്തിയിരിക്കുകയാണ് CPM. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് അടുത്ത ചുവടുവെപ്പ് എന്നറിയാതെ തലപുകയ്ക്കുകയാണ് CPM എന്നതാണ് വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റി നിർത്താനോ അദ്ദേഹത്തിനെതിരെ മറ്റേതെങ്കിലും നടപടിയെടുക്കാനോ സംസ്ഥാന നേതൃത്വത്തിന് നിർവാഹമില്ലാതിരിക്കുന്ന സാഹചര്യം കൂടെ ആയതുകൊണ്ട് സഞ്ജയ് കൗളിനെ ചൊടിപ്പിക്കാതെ തന്നെ ഇനി എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത നടപടി എന്നറിയാൻ കുറച്ചുപേരെ, അതായത് കുറച്ച് സഖാക്കന്മാരെ സഞ്ജയ് കൗളിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ചു എന്നതാണ് കരക്കമ്പി. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരാൾക്ക് 3 വോട്ടർ ID എന്ന സംഭവവും കണ്ടെത്തുന്നത്. ആ സംഭവത്തിൽ 2 ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും ഒരു ബൂത്ത് ലെവൽ ഓഫീസറെയും സസ്പെൻഡ് ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട്. ജില്ലാ കളക്ടർ സ്നേഹിതിൽ കുമാർ സിംഗിന്റെ റിപ്പോർട്ടാണ് സഞ്ജയ് കൗൾ നടപ്പിലാക്കിയത്. ജനാധിപത്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം വോട്ടർമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനും സാധ്യതയുണ്ട്. കളക്ടർക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. ബേപ്പൂർ മണ്ഡലത്തിലെ 24-ാം ബൂത്തിലെ ഷാഹിർ ഷാഹുൽ ഹമീദിനാണ് 3 വോട്ടർ കാർഡ് ഉണ്ട് എന്ന് കണ്ടെത്തിയത്. പ്രവാസിയായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 4 വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ പിതാവ് 2 തവണ കാർഡിനായി അപേക്ഷ നൽകി. നാട്ടിലെത്തിയ ഷഹീർ വീണ്ടും അപേക്ഷ നൽകി. ഇക്കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് 3 കാർഡുകളും ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഒരാൾക്ക് ഒരിക്കലും 3 കാർഡിന് അപേക്ഷിക്കാനാകില്ല എന്ന നിയമം തെറ്റിച്ച് 3 കാർഡ് ഇദ്ദേഹം സ്വന്തമാക്കുന്നു. അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് അരങ്ങുവാഴുന്ന മണ്ഡലത്തിൽ. പ്രത്യക്ഷത്തിൽ ഈ സംഭവം ഒരു തട്ടുകേടുമില്ല. എന്നാൽ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത് കള്ളവോട്ടുകളിലൂടെയാണ് എന്ന ചരിത്രം എടുത്തു നോക്കുമ്പോൾ അപ്പോഴാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഏറെയാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശ് ജയിച്ചത് കള്ളവോട്ടുകളുടെ ഫലത്തിലാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയസാധ്യത തീരെ കുറവായതിനാൽ വലിയ ഹോംവർക്ക് ഇതിന്റെ പേരിൽ ഇടതുമുന്നണി നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് അത് വലിയ തലവേദനയാകുമെന്ന് സ്വയം വ്യക്തമായിരിക്കുകയാണ് CPM-ന്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് CPM.